അപ്പോൾ പൊള്ളിടാട് ഒഫീഷ്യൽസിൻ്റെ പുതിയൊരു പൊള്ളി വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത റോഡ് ട്രിപ്പായിട്ട് ഇറങ്ങിയേക്കാണ്. കഴിഞ്ഞ ഈദ് വെക്കേഷൻ, അത് ഏകദേശം 1 ഇയർ മുന്നെയാണ് നമ്മൾ ഒരു ഒമാൻ, ഖത്തറിൽ നിന്ന് സലാലയ്ക്കുള്ള ഒമാൻ റോഡ് ട്രിപ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വ്ലോഗ്. 1 ഇയർ ആനിവേഴ്സറി ആണ്, നമ്മുടെ ഒമാൻ സലാല റോഡ് ട്രിപ്പിൻ്റെ ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റോഡ് ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയേക്കാണ്. ഇത് പെട്ടെന്ന് ക്വിക്കായിട്ട് പ്ലാൻ ചെയ്ത റോഡ് ട്രിപ്പാണ്. നമ്മൾ സലാല പോയപ്പോഴും ദുബായ്, ബഹ്റിനൊക്കെ പോയപ്പോഴും സൗദി കൂടെ ക്രോസ് ചെയ്ത് പോയായിരുന്നു. പക്ഷെ നമ്മൾ സൗദി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലെ റിയാദിലേക്ക് ഖത്തറിൽ നിന്ന് റോഡ് ട്രിപ്പ്. ഇപ്പം നമ്മളുള്ളത് ബൂസമറ ബോർഡർ, അതായത് ഖത്തറിൻ്റെയും സൗദിയുടെയും ലാൻഡ് പോർട്ടാണ് ബൂസമറ ബോർഡർ. മാത്തൂസേ ഇവിടെ നോക്കിയേ, മാത്തൂസ് ഖത്തറിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ തുടങ്ങി ഉറങ്ങായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഖത്തർ ബോർഡറിലാണ്, സൗദി ബോർഡറിലാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ബൈ റോഡ് ലാൻഡ് പോർട്ട് വഴി സൗദിയിലേക്കോ UAE-യിലേക്കോ ബഹ്റിനിലേക്കോ ഒക്കെ പോണ ആൾക്കാരാണെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഖത്തറിൽ നിന്ന് ബൈ റോഡ് നിങ്ങൾ എവിടെ പോകണമെങ്കിലും ഫസ്റ്റ് നമ്മൾ ഖത്തറിൻ്റെ ചെക്ക് പോസ്റ്റാണ് ക്രോസ് ചെയ്യുന്നത്. ഖത്തറിൻ്റെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട്, എല്ലാവരുടെയും പാസ്പോർട്ട് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ഫസ്റ്റ് കാണുന്ന സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റിൽ നമ്മുടെ എല്ലാവരുടെയും എത്ര പേര് വണ്ടിയിലുണ്ടോ ആ വണ്ടിയിലുള്ള അത്രയും പേരുടെ പാസ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അവരത് വെരിഫൈ ചെയ്യും, എന്നിട്ട് നമ്മളെ എക്സിറ്റ് അടിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ ഫോണിൽ ഖത്തറിൽ നിന്ന് പോകുന്ന ആൾക്കാരാണെങ്കിൽ മെട്രാസ് 2 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ എക്സിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷൻ വരും. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു സ്ലിപ്പ് തരും. ഈ ഒരു സ്ലിപ്പിൽ എന്നാണ് നമ്മൾ എക്സിറ്റ് ആവണേ, പിന്നെ അതുപോലെ തന്നെ എത്ര പേരുണ്ട്, ഇതൊക്കെ അറബിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. വണ്ടിയുടെ മോഡലും ഈ കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഖത്തറിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 1 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് സൗദിയുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തുക. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഖത്തറിൽ പോകുന്ന ആളാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ട്രിപ്പൊക്കെ പോയ കാരണം നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ആകാശിൻ്റെ വൈഫ് മാത്രം ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. സലാല ട്രിപ്പ് പോയ അതേ ടീമാണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശിൻ്റെ വൈഫ് കൂടി നമ്മളോട് ഇപ്രാവശ്യം ജോയിൻ ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിച്ചു, സുഹൃത്തുക്കളെ കല്യാണം കഴിച്ചു. അപ്പോൾ അങ്ങനെ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. എടാ എങ്ങനെയുണ്ടായിരുന്നു അവിടെ? എന്താ സീൻ? പാസ്പോർട്ട് വിസയുടെ കോപ്പി കാണിച്ചു കൊടുത്തു. ഐഡിയോ, ഖത്തർ ഐഡിയോ കാണിച്ചു. അത് 3 സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തു. പിന്നെ ഫിംഗർ എടുപ്പിച്ചു. 2 ഫസ്റ്റ് ഈ വരല്, പിന്നെ ഈ 4 വരല്, പിന്നെ 2 തമ്പ് ഒരുമിച്ച്. അതിനുശേഷം ഫോട്ടോ എടുത്തു. ക്ലാസ് ഈ സ്ലിപ്പ് ഒന്നുമില്ലേ? അപ്പോൾ നമ്മുടെ ഫിംഗർ വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ലിപ്പ് തരും. ഈ സ്ലിപ്പ് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം. ഇനിയിപ്പോൾ നമുക്കുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കുള്ള ഇൻഷുറൻസ് നമ്മളിവിടുന്ന് സൗദിയിലേക്ക് കിടക്കുമ്പോൾ ഈ വണ്ടിക്കുള്ള ഇൻഷുറൻസ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് എൻട്രി അടിക്കണം. ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സൗദിയുടെ ചെക്ക് പോസ്റ്റ്, അപ്പുറത്ത് കാണാം കേട്ടോ സൗദിയുടെ എൻട്രി, അവിടേക്ക് നമ്മൾ പോകണം കേട്ടോ. ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡർ കിടന്ന് സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട്. 120 റിയാലാണ് 1 വീക്കിലേക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ്. സൗദിയിൽ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ അവിടുത്തെ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ 120 റിയാലാണ് അത് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 റിയാൽ വിസയ്ക്ക് വേണ്ടിയും 120 റിയാൽ ഈ ഒരു ഇൻഷുറൻസ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്ന കോസ്റ്റുകൾ. പിന്നെ നമ്മൾ ഈ സൗദിയുടെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ ഇൻഷുവേർഡ് അല്ലാത്ത കാറുകളുടെ ലൈനുണ്ട്, ആ ലൈനിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്യണം. അവിടെയും ഇതുപോലെ തന്നെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, നമ്മുടെ ഖത്തർ ബോർഡറിൽ നിന്ന് കിട്ടിയ പേപ്പർ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ക്ലിയറൻസ് കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു കസ്റ്റം ചെക്ക് ഉണ്ടാവും നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെക്ക് ചെയ്യും അവർ. ഫാമിലിയായിട്ട് പോകണമെങ്കിൽ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ വണ്ടി ഫുൾ അവർ അഴിച്ചിട്ട് ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് സൗദിയിലേക്ക് കിടന്നുകൂടാ. സൗദി കിടന്ന് ഫസ്റ്റ് പമ്പിൽ നിന്ന് തന്നെ നമ്മുടെ പെട്രോൾ ഹാഫ് ടാങ്ക് ആയിരുന്നു. ലാസ്റ്റ് ട്രിപ്പിൽ നമ്മൾ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ സിവിക്കിലായിരുന്നു നമ്മൾ സലാല ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത്. സിവിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ പകുതി ദൂരം ക്രോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് മൈലേജ് ഭയങ്കര ഷോർട്ടായതുകൊണ്ട് കാരണം പമ്പിലൊക്കെ അടിച്ചടിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ സൗദി റോഡിലേക്ക് നമ്മൾ കിടന്നു. ഇവിടെ ഇപ്പോൾ സമയം 6:45. ഈ സൗദിയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ രാത്രി നൈറ്റ് ടൈമിൽ വണ്ടി ഓടിക്കുമ്പോഴുള്ളൊരു
ഒരു ഡാർക്ക് സീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാവില്ല. ബാക്കി ഏത് റോഡാണെങ്കിലും ഇപ്പോൾ UAE-ലേക്ക് കയറുമ്പോഴാണെങ്കിലും ഒമാനിലേക്ക് കയറുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സ്ട്രീറ്റ് ലൈറ്റിലുണ്ടാവും. ഇപ്പോൾ സൗദിയുടെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരത്താണ്. നമ്മളിപ്പോൾ റിയാദിലേക്കുള്ള യാത്രയിലാണ്, റിയാദിലേക്കുള്ള ട്രിപ്പിലാണ്. അപ്പോൾ ഒരു 10-100 കിലോമീറ്ററോളം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതുപോലെ കെയർ ചെയ്ത് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അതാണ് സൗദിയിലത്തെ ഡ്രൈവിങ്ങിൽ ഒരു ഡാർക്ക് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൗദിയിൽ കടന്നു കഴിഞ്ഞാൽ വേറൊരു വൈബാണ് അൽബൈക്ക്. നമ്മുടെ നാട്ടിലെ ചിക്കിങ്ങും മാക്ഡൊണാൾഡ്സും ഇതൊക്കെ പോലെ സൗദിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അൽബൈക്ക് ചിക്കൻ. അപ്പോൾ നമ്മൾ ആദ്യം തപ്പിയെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് അൽബൈക്ക് ആട്ടോ. സൗദി ബോർഡർ കിടന്ന് ഉള്ളിൽ കയറി നമ്മൾ ആദ്യം തപ്പിയത് അപ്പോൾ നമ്മൾ ആ അൽബൈക്കിൻ്റെ ബ്രോസ്റ്റും ചിക്കൻ നഗറ്റ്സും ഫിഷ് ഫില്ലറ്റും വാങ്ങിയിട്ടുണ്ട്. അത് അൽബൈക്കിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നഗറ്റ്സും ഫിഷ് ഫില്ലറ്റുമാണ്. ഇവിടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ ഇത് ഫിഷാ ചിക്കൻ മൊത്തം ചിക്കൻ സോസ് കോക്ടെയിൽ സോസിലാ. എത്ര നീന് എത്രയാ ഫിഷ് ഫില്ലിന് എത്രയാ? അതിൻ്റെ ഒരു കോക്ടെയിൽ സോസ് കിട്ടും. അതിൻ്റെ വൈബ് പറയാം. റോസിനും 2-3 വയസ്സിൽ ഇഷ്ടമാണ്. പക്ഷെ ഫിഷ് ഫില്ലറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫിഷ് ഫില്ലറ്റ് അടിപൊളിയായിരുന്നു. അതുപോലെ ചിക്കൻ നഗ്ഗറ്റ്സ് അടിപൊളിയായിരുന്നു. റോസ്റ്റ് നോർമൽ നമ്മുടെ KFCയും അൽബൈക്കും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ KFC അടിപൊളി. ഇത് രണ്ടുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെ പറയാം. അതായത് സ്ക്വയറായിട്ട് ഫിഷും ചിക്കനും കറക്റ്റ് നീളത്തിലുള്ള ക്യൂബ് പോലെ കട്ട് ചെയ്തിട്ട് അതിന് ചെയ്ത് തരും, വാഷ് ചെയ്ത് തരും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ സ്പൈസി ഓർഡർ ചെയ്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി എരിവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ചിക്കൻ നഗറ്റ്സും ഫിഷ് ഫില്ലറ്റ്സും കൂടെയായിരുന്നു. അത് നമ്മൾ സൗദിയിൽ വന്ന് അൽബൈക്കായിരുന്നു അൽബൈക്കായിരുന്നു നമ്മുടെ ഡിന്നർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അൽബൈക്കിൻ്റെ ലൊക്കേഷൻ ശരിക്കും ഹുഫൂഫാണ് കേട്ടോ. സൗദിയിലത്തെ ഒരു വില്ലേജാണ്, ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ ഹുഫൂഫ്. അപ്പോൾ ഹുഫൂഫിലെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകളും പിന്നെ കുറേ ഫുഡ് സ്പോട്ടുകളൊക്കെ ഉള്ള ഒരു ചെറിയ ഏരിയ ഉണ്ട്. പകലാണെങ്കിൽ കുറേ ഹിൽ സ്പോട്ടുകളൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു മാക്സ് കണ്ടു. അപ്പോൾ ഖത്തറിലെ മാക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സൗദിയിലെ മാക്സ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ മാക്സിലൊന്ന് കയറി. മാധുന് ഉപ്പാണോ? അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12:30 കേട്ടോ റിയാദ് എത്തിയത്. ഇതായിരുന്നു നമ്മൾ താമസിച്ച ലൊക്കേഷൻ. അസീസിയ എയർപോർട്ടിനടുത്തുള്ളൊരു ലൊക്കേഷനാണ്. ഇവിടെ ഇഷ്ടംപോലെ അപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. അതായത് നോർമലി ഹോട്ടലിനേക്കാളും റേറ്റ് കുറവിൽ നമുക്ക് റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ്, കിച്ചണും ഹോളും 2 റൂമും ഒക്കെ ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് ഒരു 200 റിയാലിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് ഡേ റിയാദിലെ നമ്മുടെ ഫസ്റ്റ് ഡേ ആട്ടോ.
എത്തിയേക്കുന്ന ലൊക്കേഷൻ ഷവർമ ഹൗസ്. ഷവർമ ഹൗസിൽ ഒരു അടിപൊളി അറബിക് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിക്കാം. മോനെ ഇപ്പം നമ്മുടെ സ്പെഷ്യൽ സൗദി അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി ടാ. എന്തൊക്കെയുണ്ട് ഉള്ളത്? അപ്പോൾ നമ്മൾ റിയാദിലെ ഫസ്റ്റ് ഇടാം. ഒരു കളയല്ലേ പരിപ്പാണ്ട് ഇടാം. റിയാദിൽ നമ്മുടെ ഫസ്റ്റ് ഇടാം. നമ്മൾ ഓർഡർ ചെയ്ത് പറഞ്ഞാൽ കണ്ട. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് പറഞ്ഞാൽ സൗദി അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇടാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസ് റൊട്ടിയോട് കഴിക്കുന്ന ഈ ഐറ്റംസൊക്കെ സ്പെഷ്യലായിരിക്കും. ഇതേ ചിക്കൻ അതിലുണ്ടായിരുന്നത് നമ്മളിത് ഓർഡർ ചെയ്ത് എന്താ വേസ്റ്റോ. ഇവിടെ സെപ്പറേറ്റ് പ്ലേറ്റും കാര്യമൊന്നുമില്ല. ഞങ്ങൾ വെച്ചാൽ സെപ്പറേറ്റ് പ്ലേറ്റും കാര്യം ഉണ്ടാവില്ല. റൊട്ടി വലിയ വലിപ്പത്തിൽ സ്പെഷ്യൽ റൊട്ടി നമുക്ക് തരും. ഇങ്ങനെ എടുക്കുക, നമുക്ക് ആവശ്യമുള്ള ഗ്രേവിയിൽ മുക്കുക. നമ്മൾ ഷവർമ ഹൗസിൽ നിന്നുള്ള സൗദി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റിയാദിൻ്റെ ചരിത്രം അല്ലെങ്കിൽ സൗദിയുടെ ചരിത്രം ദരിയ എന്ന് പറഞ്ഞൊരു ആർക്കിയോളജിക്കൽ സൈറ്റിലോട്ടാണ് നമ്മുടെ ഫസ്റ്റ് പോകുന്നത്. നമ്മൾ ആദ്യം സൗദിയിലെത്തി, ഇന്നലെ ഇവിടെ ഒരു സ്റ്റേ ചെയ്തു. പിന്നെ ആ ഒരു വൈബിന് വേണ്ടി സൗദി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കഴിച്ചത്. ഗ്രിൽ ഐറ്റംസ് ആയിരുന്നു കൂടുതലും, പക്ഷേ ഭയങ്കര വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ദരിയ എന്ന് പറഞ്ഞ ഒരു ആർക്കിയോളജിക്കൽ ഏരിയ ആണ്. ഒരു അറബിക് കൾച്ചറും കാര്യങ്ങളൊക്കെ കാണാനൊക്കെയുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് ദരിയ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 28 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന റിയാദിൽ നിന്ന് ഒരു 28 കിലോമീറ്റർ ഉണ്ട് ഈ ദരിയയിലേക്ക്. പൊടിക്കാറ്റല്ലേ? പൊടിക്കാറ്റ് സിറ്റിയിലുള്ളിലൊക്കെ ഫുൾ പൊടിക്കാറ്റുണ്ട്. അതൊക്കെ മെട്രോൻ്റെ സ്റ്റേഷൻ ചൂടാണോ? നമ്മുടെ സിറ്റി റൈഡ്. The city of Earth, Diriyah. ഇപ്പോൾ നമ്മൾ എൻ്റർ ആയിരിക്കുന്നത് ദിരിയ സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു കൾച്ചറൽ വില്ലേജിലേക്കാണ്. മഡ് ബ്രിക്ക് കൊണ്ടുള്ള കുറേ കൺസ്ട്രക്ഷൻസും ആർക്കിടെക്ചറൊക്കെ കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ശരിക്കും ഈവനിങ് ഒക്കെ ആയിരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം. സീനാണ് നമ്മൾ വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ചൂട്, അത്യാവശ്യം നല്ല പൊടിക്കാറ്റ്, ആകെ ഒരു ഡാർക്ക് സീനാണ്. അത് സ്റ്റെപ്പ് ഇറങ്ങി വക്കം. നേരെ നോക്ക് നോക്കി ഇറങ്ങ്. വീഡിയോ ആണ്, പതുക്കെ സ്ലോ ഓക്കെ. താഴെ നോക്കിയിട്ട് ഇറങ്ങ്. ഇവിടെ പിടിച്ചിറങ്ങ്.
ശരിക്കും 50 സൗദി റിയാലാണ് ഇതിലേക്കുള്ള എൻട്രി. പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ ബാർകോഡുകൾ നമുക്ക് വെച്ചിട്ടുണ്ടാവും സ്കാൻ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാം. 5 മണിക്ക് മുന്നാണെങ്കിൽ 5 PM മുന്നേ ആണെങ്കിൽ എൻട്രി ഫ്രീ ആയിരിക്കും. 5 PM ശേഷമാണ് ഈ ഒരു 50 റിയാൽ. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാൻ പോണേ. സ്കാൻ ചെയ്യണു, ജസ്റ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം. വെൽക്കം ടു ദിറിയ താക്യ. ഈ ഏരിയ ഫുള്ള് ക്ലാസ് റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ മ്യൂസിയംസ് ഒക്കെ ആയിട്ടുള്ള വൈബ് സ്പോട്ടാണ്. ചൂട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഭയങ്കര ചൂട്, ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രം. ദിരിയ കൾച്ചറൽ വില്ലേജിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കടുത്ത ചൂട് കാരണം നമുക്ക് ആർക്കിയോളജിക്കൽ സൈറ്റുകളിലേക്കും അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റിയാദിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ നമ്മൾ വരും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.